ചന്ദ്ര നമുക്ക് ഷർവാണി ഇട്ട് അടിച്ചാലോ ചന്ദ്ര? ആ എല്ലാരും ശർവാണി ഇട്ട് അടിക്കാൻ പോയ ചന്ദ്ര. വാ 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 ഒന്നാമത് തക്കാളിയാണ്. തക്കാളിനെ ചവിട്ടി മതിലിൽ കയറ്റുമല്ലോ. ഓടിക്കോ. നമ്മള് മരിച്ചു കേട്ടാ. ഒരു കുന്നോളം പീടിയുണ്ട് താഴെ. ടീ മറുവാണി ഷർവാണി. ഫാൻറ്റം യുഎസ്ബി എന്റെ ഇല്ല. എന്റെ രണ്ടും ഇല്ലല്ലോ. സ്മോക്കിംഗ് കാർഡും ചന്ദ്ര നമുക്ക് ഷർവാണി ഇട്ട് അടിച്ചാലോ ചന്ദ്ര? ആ എല്ലാരും ശർവാണി ഇട്ട് അടിക്കാൻ പോയ ചന്ദ്ര. ചന്ദ്ര ഷർവാണി നിനക്ക് ഇപ്പൊ നമ്മുടെ കൂടെ ടോട്ടല് ഇല്ല, ടോട്ടല് 4 പേര് ചെയ്തേടാ. ടോട്ടല് 4 പേർക്കുള്ള ആശേ ടോട്ടല് 4 പേർക്കുള്ള ഇത് ഇപ്പൊ ചെയ്തിട്ടേ, അല്ലെങ്കിൽ ഇതാവും. ടോട്ടൽ 4 പേർക്കുള്ള ചെയ്താൽ ആദ്യം. എന്റെ സ്പൂഫിംഗ് കാർഡ് ഉണ്ട്, സിഗ്നൽ ബൂസ്റ്റർ, അഡ്വാൻസ് ലുക്ക് അങ്ങനെ ഏതാണ്ട് ഇരിപ്പുണ്ട്. USB ആണ് എന്റെ ഇല്ലാത്ത. USB ആണ് തരാ പറഞ്ഞത്. USB ആണ് ഇല്ലാത്ത. ഇങ്ങോട്ടോ. എത്ര മെയിൻ ബാങ്ക് അടിക്കാൻ എത്ര പേരാ? ഇപ്പൊ എത്ര പേരായി? നമ്മൾ എത്ര എടാ റോബർ ബുക്ക് ചെയ്താ? മറ്റേ റേഡിയോയില് ചന്ദ്രു ഗ്ലാസ് കെട്ട് വരും കേട്ടോ അടിക്കാൻ. എടാ റേഡിയോ 61 കയറ്. 61 നമ്മൾ തന്നെ. മാധവൻ അതാരാ? മാധവനാണ് മറ്റേ എക്സ്പി ഉള്ള പയ്യൻ. മൈക്കിയുടെ കയ്യിലാ സാധനം ഉള്ളത്. നമുക്ക് അടുത്ത 8 പേരുണ്ട്. ചന്ദ്രുവിനെയും കുട്ടി റേഡിയോയിൽ 8 പേരും. ഷർവാണിയുടെ എടാ സ്നേഹിപ്പേ, നമ്പർ പലരും പല കളർ ഇടായിരുന്നല്ലേ? ഇതാര് ആശയ മാട്ടാപ്പട്ടി? അല്ല, നടുക്കിക്കുന്ന മെയിൻ പ്ലെയർ വേറെ കളർ. മെയിൻ പ്ലെയറിന് കളർ ഞാൻ പറഞ്ഞുതരാം. മഞ്ഞ ഇടിപ്പിക്കും, മഞ്ഞ ഒരേക്ക് മാറ്റേ. മാസ്ക് ഏതാണ് ഇട്ടേക്കുന്നത് സ്നേഹിപ്പേ? ചവിട്ടോടി. ചപ്പാത്തി ഉണ്ടാക്കോ? ഹോസ്റ്റേജ് വേണോ? ഇന്ന് പുതിയ നിയമം ഇത് മാറി, റൂൾസ് മാറി. എന്താ ഇപ്പൊ എസ്കേപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് എസ്കേപ്പ് വേണ്ട, പുതിയ നിയമമാണ്. അത് അറിഞ്ഞൂടാ, അതാണോ പഴയതാണോ അല്ല കോർണന്റീൻ അടിച്ചു നോക്കാം. വാ നോക്കാം. ചന്ദ്രു അങ്ങനെ ചെയ്താ മതി. അങ്ങനെ വാ എല്ലാം റെഡിയാ. ടൈം മൊയലിന്റെ പറയും വെച്ചോണ്ടിരിക്കണം. കോട്ട വരാതി. ചന്ദ്ര ഞാൻ കൊള്ളൂല. വാ റോബറി ആരാ ബുക്ക് ചെയ്തേ? എടാ ബുക്ക് ചെയ്തോ? അല്ല പെട്ടെന്ന് ബുക്ക് ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസൽ ആവൂലേ? ഇതാര്? അപ്പൊ നമുക്കെല്ലാം ആയില്ലേ? എടാ നമുക്കെല്ലാം ആയില്ലേ? ഇനി നമ്മള് പോയി ചെയ്താൽ മാത്രം മതിയല്ല? ഓൾ സെറ്റ്. അപ്പൊ എല്ലാരും മെയിൻ ബാങ്കിന്റെ ഇൻവൈറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ പബ്ലിക് ഷോർട്ട് ഡയറക്ഷൻ. ഗൾഫിൽ നിന്ന മാമനാ? പിന്നെ കറക്റ്റ്. ഇന്നലെ റീഫ്രഷ് അടിക്ക് തല ഹെൽമെറ്റ് ഇല്ല. ഞാൻ റീഫ്രഷ് ഹെൽമെറ്റ് വെക്കാണ്ടിരുന്നേ. എല്ലാരും വന്ന് നിന്നെ. എടാ എസ് ആർ അടുത്ത് നിന്ന് നമ്മളെ ടീം ഫുൾ വന്ന് നിന്നെ. ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിലിടാം.
നമ്മള് 7 പേരേ ഉള്ളൂ. വരച്ചന്ദ്രൻ അതും പറഞ്ഞോണ്ട് വരും കേട്ടാ, ഫോട്ടോ കണ്ടു എന്നും പറഞ്ഞ്. സത്യാട്ടാ, അതുള്ള കാര്യം. വരട്ടെ. ഇതേ എന്തേലും ഇമോട്ടിട്, നല്ല ഇമോട്ടിട് എന്തേലും. ഫ്രാഡ് പെട്ടെന്ന് ഞാനാ റോബറി. പോലീസാണ് ഇവിടുന്ന് ഒറ്റ ഓട്ടം അകത്തോട്ട്. പോലീസിന് ഇപ്പൊ വരത്തില്ല അവിടെ. നമ്മൾക്ക് ഇപ്പൊ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടുത്തു. ഒരു പഴുതും നമ്മൾ കൊടുക്കത്തില്ലല്ലോ പോലീസിന് പിടിക്കാനുള്ള ഒരു പഴുതും. എല്ലാ പഴുതും നമ്മൾ ക്ലീൻ ആയിട്ട് അടയ്ക്കും. മാസ്ക് ഇപ്പോഴും ഇടണ്ടായിരുന്നു കേട്ടോ. എടാ ഹെൽപ്പ് ചെയ്യണോ? എടാ വേണ്ട, നമ്മളെ കൊണ്ടുപോകും. ഇനി വിട്ടാ ഇനി അവര് പോലീസ് കേട്ട് നമ്മളെ പിടിക്കണമാര്. ഒന്നാമത് തക്കാളിനെ ചവിട്ടി മതിലിക്കാറ്റുമല്ലോ. തക്കാളിനെ നമുക്ക് ഡീലർഷിപ്പ് എടുത്തിന് വണ്ടിയുടെ വില ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്താ. ഈ വണ്ടിക്ക് അത്ര അച്ഛന് ഒരു കാര്യം പറഞ്ഞ ഒന്നിറങ്ങാവോ? എന്താടാ പേരെന്താടാ എന്റെ? വേറെന്താ എന്റെ പേരെന്താ? അവനേട് ഫ്രാഡ് ലുക്ക് ഉണ്ട്. ഇല്ല അവൻ മറ്റേ വണ്ടിയിലോട്ട്. അവന്റെ വണ്ടി എന്താ ഇവനെ കൊരുക്കും. ചേന നിന്നെ നമ്മളെ ചെറുതായിട്ടൊരു പ്രത്യേക ഒന്ന് അടിച്ചു വന്നാൽ ഞങ്ങൾക്ക് വിഷമം വരുമോ? നീ ഒരു ഗ്യാങ് കയറി റിവെന്റ് എടുക്കാൻ നമ്മളോട് വരണം. ഒരടിക്ക് 50 ലക്ഷം ഉണ്ട്. അപ്പൊ ഞാൻ 50 ലക്ഷോ? അപ്പൊ ഞാൻ അല്ല അടിച്ചോണ്ട് കത്തിച്ചൂടാ, അതമ്മ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഓർമ്മ ഉണ്ടാവൂല. അപ്പൊ അങ്ങനെ നിന്റെ 50 ലക്ഷം എടുത്തിട്ട് തിരിച്ചു തരാം പോകുമ്പോ. 100 കോൾ പറഞ്ഞാ പോലീസ് അല്ലേ ഇത്? ചന്ദ്രൻ ചന്ദ്രൻ എവിടെയുണ്ട്? ഞങ്ങളെ കല്യാണം ഇന്ന് പെണ്ണിന്റെ ചെക്കന്റെ കല്യാണം. അത് ഇന്നലെയായിരുന്നില്ലേ കല്യാണം? ഇന്നാറ് കല്യാണം? ഇന്ന് വേറൊരു പയ്യന്റെ കല്യാണം നമ്മളെ അടുത്തറിയുന്നുള്ള. സാർ അവിടെ ഉണ്ട്. സാറേ ഉണ്ട്. ഹലോ സാറേ. പയ്യൻ പോയി ഫെലിക്സറേ. കട്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോ ഒരു സുഖമില്ല കേട്ടോ. സാറേ കട്ടിങ് കേട്ടായിരുന്നു. അല്ല കട്ടായ സാറേ. എവിടെ ഉണ്ട്? ഒരു ചെറിയ കംപ്ലൈന്റ് ചന്ദ്രന്റെ പേരിൽ വന്നിട്ടുണ്ടല്ലോ. എന്റെ പേരിൽ കംപ്ലൈന്റ്? ആര് സാറേ? ഒരു സിറ്റിസൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അയാളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പറഞ്ഞോണ്ട്. ഞാൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ആര് സാറേ പറഞ്ഞേ? വൺ മിസ്റ്റർ ചന്ദ്രശേഖർ. ഒരു സെക്കൻഡ്, നിന്റെ പേരെന്താ? മറ്റേ ആദ്യമേ എടുത്തവൻ. സാറേ ചന്ദ്രശേഖർ എന്റെ കൂട്ടുകാരൻ. തമാശ. പുള്ളിയെ ഇപ്പൊ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ സാറേ കണക്ട് ചെയ്യണോ സാറേ? ഇത് സാറേ ഞാൻ കല്യാണത്തിനിടെ 2 അടിച്ചിട്ടുണ്ട്. കുറച്ച് മതമത്തനാണ് ഞാൻ. ഗ്രൂപ്പ് കോൾ. ഹലോ ചന്ദ്രശേഖറാണോ? ചന്ദ്രശേഖരനെ തട്ടിക്കൊണ്ടാൻ ശ്രമിച്ചത് ആരാണ്?
ഹലോ ഹലോ ചന്ദ്രബോസ് ചന്ദ്രബോസ് പാട്ട്- കോളിലുണ്ടല്ലോ. പാർട്ടി നിങ്ങൾ എപ്പോ തട്ടിക്കൊണ്ടാ പറയണേ? നിങ്ങളല്ല ഷർവാണി ഇട്ടോണ്ട് വന്ന് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നോക്കിയത്. സർവേ ഓക്കേ, അപ്പൊ കുറച്ചുകൂടെ അറുപടത്തരം clear ആയി. പറയല്ലേ എടാ. കല്യാണ വീട് ഷർവാണി. ഒരു ഗ്യാങ് ആണ്, ഒരു നല്ല മുടിയുള്ള നീട്ടമുള്ള ഒരു പയ്യനുണ്ട്. ലൊക്കേഷൻ പറയണേ ഞാൻ വന്ന് പറയാം. ലൊക്കേഷൻ പറ, ലൊക്കേഷൻ പറ. ഉള്ളൊരു പയ്യൻ. ചന്ദ്ര- ആരാ ചന്ദ്രനാഥ്? സാറേ ഞങ്ങൾ കല്യാണത്തിന് സാറേ ഞങ്ങൾക്ക് പങ്കില് സാറേ വെക്കുവാണ്. ഞാൻ ഇച്ചിരി ഫിറ്റാണ് സാറേ. നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. രാവിലെ വരാവേ സ്റ്റേഷനില്. ശരി. അത് കുഴപ്പമില്ല. എവിടെയാണ് എടാ നിങ്ങൾ ചന്ദ്രശേഖര നിൽക്കുന്നത്? തെണ്ടി, നീ കള്ളം പറയണ്ടോ? നിന്റെ നാക്ക് മുഴുക്കും. എടാ തെണ്ടി. എടാ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ നടക്കില്ല. പ്രൂഫാ. ഫോട്ടോ ഒന്നുമില്ല. എടാ ആ മറ്റേ സാറ് വിളിച്ചേട്ടാ, ഭരചന്ദ്രൻ. മറ്റേ ചന്ദ്രശേഖരനുണ്ടല്ലോ കുണ്ണ, അവൻ കേസ് കൊടുത്ത്. നമ്മൾ തട്ടിക്കൊണ്ടുപോയി ശ്രമിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത്. എടാ അതാണ് ആര് കേസ് കൊടുത്തത്? ആര് കേസ് കൊടുത്തത് ചന്ദ്ര? ആദ്യം നമ്മള് ഫ്ലീക്ക് ചെയ്ത് പോയി കൈവക്കാന്ന് പറഞ്ഞില്ലേ? കള്ളൻ ചന്ദ്രശേഖരൻ. ചന്ദ്ര പെട്ടെന്നാട്ടെ, എനിക്ക് മുട്ടി നിക്കാണ്. എല്ലാ പേജിൽ ഫോട്ടോ ഉണ്ടല്ലോടാ നമ്മളെ. പിന്നല്ലാതെ എടുത്തിട്ടപ്പോ ആലോചിക്കണമായിരുന്നു. അറവാണി പാരാന്ന് മനസ്സിലായ ചന്ദ്ര. ബ്രോ ഇവനെ നോക്കി. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ തന്നെയാണ്. ഇവിടെ ഈ എടാ രണ്ടുപേരും അപ്പുറം പോയി ചെയ്യ്. ചന്ദ്രു ആ ഞാൻ അപ്പുറം പോയി ചെയ്യാം. ബാക്കിയുള്ളത് വെയിറ്റ് ചെയ്യാ. ബാക്കിയുള്ളത് എല്ലാരും ചെയ്യണം. ആ ഒരാൾ ഹോസ്റ്റ് ചെയ്യാൻ നോക്ക്. തീരാട്ടില് ബഗ്ഗാണ്. എനിക്ക് എന്താ വരത്താനോടെ. ചെയ്തവര് ചെയ്യാത്തവർക്ക് അവസരം കൊടുക്കണേ. ഓക്കെ ഒന്നുണ്ട്. ഫസ്റ്റ് ഒന്നാണ് ഫസ്റ്റ് നമ്പര്. 1 3 കിട്ടിയേ. 1 3 കിട്ടി. 1 3 കിട്ടി. 1 3 6 കിട്ടി. 1 3 6 കിട്ടി. 1 3 6 കിട്ടി. ഓക്കെ 1 6 3 9 സിമ്പിൾ. അടുത്തതില് 2 കിട്ടി. 3 കിട്ടി. ഇപ്പൊ എത്ര കിട്ടി? 4 കിട്ടി. ഇനി ഒരെണ്ണം കൂടെ കിട്ടാവുള്ളൂ. 6 7 8 എന്തുകൊണ്ട് 0 വരുന്നില്ല? 2 3 2 5 ഉള്ളിലൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിൽ ഒരു 2 0 3 4 കമ്പ്യൂട്ടർ ഹാക്കിയാണ്. ആ കമ്പ്യൂട്ടറിൽ ഒരു ബ്ലൂ ലൈൻ ഉണ്ടാവും. അതിലത്തെ മറ്റേ ലാസ്റ്റത്തെ 1 എത്ര ഇതുണ്ട് 2 അത് നീക്കിയിട്ട് രണ്ടില്ല. മതി. 3 ഇല്ല. 4 4 സമയത്ത് അതിനകത്ത് ഒരു നടുക്ക് 5 ഇല്ല. ശ്രദ്ധിക്കണ്ട. ആ നടുക്ക് ഒരു ബ്ലൂ ലൈൻ 6 ഇല്ല. ലൈൻ മാത്രം നോക്കിയാൽ മതി. 7 കിട്ടി. 7 താഴത്തെ ഓരോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കി 7 8 കിട്ടി. കൂടി വരുന്നതാണ്. അത് രണ്ട് അറ്റത്തും കൊണ്ട് മുട്ടിക്കുക. 7 8 കിട്ടി. 7 7 എനിക്ക് മനസ്സിലായി. 7 0 പാല കേറിയല്ലേ 8 8. കമ്പ്യൂട്ടർ ആ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടേ. ചതുരകത്ത് അടിച്ചു കയറി അടുത്ത പരിപാടി ചെയ്യണേ. ചന്ദ്രു അതിനു മുമ്പ് ബാലിനൊക്കെ അകത്തൊരു പണി തുടങ്ങി കഴിഞ്ഞവിടെ. പോടാ വീഡിയോ വന്നാ. ആ ഓ പരസ്യമായിരുന്നു കേട്ടോ.
സാർ എന്നിട്ടാ എടാ ഇതൊന്നും ചെയ്തടാ, എന്റെ സാധനം പോയി. ചന്ദ്രു നാണക്കേടാന്ന് ഇന്നലെ വന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ രണ്ടെന്തോ ചെയ്തിപ്പോ തീരും ഇപ്പം. ഓടാ മയിലേ. സ്വാമിയേ സോറി യവനി ഗെയിമിന്റെ തിന്ന് കയറി മലയ്ക്കുമ്പോ വന്നിട്ട് ദൈവമേ. ഓ ഓ ഓ ഓ ഓ എന്റെ റീഡ് കോഡ് ഒരു കുഴപ്പമില്ല. പിന്നെ റിമെമ്പർ ദിസ് 2 digits അവിടെ നിൽക്കാൻ പറ. കൺഫേം 2 3. എടാ എന്റെ ഡിജിറ്റ് 2 3 ആണ് എന്റെ കഴിഞ്ഞേ. ഒന്ന് സൈഡേ കാണിക്കണം, സൈഡേ കാണിക്കണം. 5 1 കമ്പ്യൂട്ടർ അങ്ങോട്ടേ ഉള്ളൂ, അതെടുത്താൽ മതി. ഓക്കെ അപ്പൊ 5 1 2 3 5 2. ഇനി ആരാ ചെയ്യാനുള്ളത്? ഇനി ബാലന് സ്നേഹിപ്പും. ഹലോ മറ്റേ ഐക്യ കൂടെ എന്തിയെ പെടുക്കണെന്ന് ആയോണ്ടുള്ള ഒരു ഇതല്ലേ അങ്ങോട്ട് ചെയ്യണം പെട്ടെന്ന്. ചേടപ്പടയെന്നല്ലേ ഞാൻ തരാം. ചന്ദ്രു ഇന്നലെ നമ്മളെ മറ്റേ ഇതില്ല. ഇപ്പൊ ഇതിന് ഡ്രില്ല് ചെയ്യണം. ഡ്രില്ല് വേണ്ടി പയ്യന്റെ ഡ്രില്ല് എന്താ തരാ? എടാ ഡ്രില്ല് മാധവ ഡ്രില്ലും തരാമോ? എത്ര രൂപ പോയി നിന്റെ? എവിടെ മാധവ മൈക്ക് മൈക്കാ ഡ്രില്ലുണ്ടോ? ഡ്രില്ലുണ്ട്. അല്ല മറ്റേ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഡ്രില്ല്. അടിയിലാ ചെയ്യാനുള്ളത്. അല്ലല്ല മറ്റേ ഇനി മറ്റേ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ കയ്യിലും തരാമോ? ഓ ഇത് അത്രേ ഉള്ളു. അതോ സ്നൈപ്പർ കയറി ഈ കമ്പ്യൂട്ടർ തുറക്കണേ. അല്ല ഈ കമ്പ്യൂട്ടർ അല്ല, സോറി ഈ സേഫ് തുറക്ക ഒരാള്. സേഫ് സേഫ് തുറ. ഞാൻ തുറക്കാം. പുതിയ സാധനം കോഡ് പറ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 5198235 ആക്രാന്തം കാണിക്കരുത്. കോഡ് വായിക്കുന്നത് എങ്ങനെയാടാ? മൂന്ന് കാർഡ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ മാറി. ഓല പി പി കൊണ്ടല്ല. എടുത്ത ആരാണെങ്കിൽ അതില് 2 ബ്ലൂ കാർഡ് ഉണ്ടാവും. ഞാൻ ഒരു ബ്ലൂ കാർഡ് തരാം. ബാലങ്ങോ അതൊരാൾക്ക് കൊടുക്ക്. എന്റെ നേരെ അടുത്തില്ല കിട്ടിയാ? കിട്ടി. ഇനി ഇങ്ങോട്ട്. ഇനി താഴെ പോണല്ലേ? റൈറ്റ്. ഇവിടെ റൈറ്റ് ആണ്, മറക്കല്ലേ. ഇവിടെ റൈറ്റ്. ഈ ബ്ലൂ കാർഡ് വെച്ച് എന്താ ചെയ്യണ്ടേ? പറഞ്ഞുതരാം ചന്ദ്ര റൈറ്റ് ഇപ്പോ. പുകയാണ്. ബാല ലെഫ്റ്റ് ഇപ്പോ. എടാ ബാല നീ ഇവിടെ നിന്ന് റൈറ്റ്, ഞാൻ ലെഫ്റ്റ്. നീ ലെഫ്റ്റ് ഇപ്പൊ ഞാൻ റൈറ്റ്. താഴെ പറ. ബാല 3 2 1 എന്ന് പറയുമ്പോ പ്ലക്കണേ. രണ്ടുപേരും ഒരുമിച്ച്. അറിയാം. എടാ ബാല ഞാൻ 3 2 1 എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലക്കണേ. ഞാൻ 3 2 1 എന്ന് പറയുമ്പോ ആ 1 കേൾക്കുമ്പോ അങ്ങ് പ്ലക്കിക്കോ. ഓക്കെ റെഡി? 3 2 1 പ്ലക്ക്. ഇതിനകത്ത് 2-3 ബോട്ട് ഉണ്ട്. ആ ബോട്ടിനെ അടിച്ചിടണേ. വാടാ. ഇവിടെ ബാല എടുത്തിട്ട് അറിയണം. ഇവിടെ ആരുണ്ടാ? എവിടെ ആളാണ്? ഞാനാണേ. എടാ ഇനി ഇതിന്റെ അകത്തുണ്ട്. ഞാനൊന്ന് FPS പോസ്റ്റ് ഇട്ട. ഒരു മിനിറ്റ് ഒന്ന്. ഇനി ഇവിടെ ഈ റൂം
മോള് വാ കണ്ട് 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 വാ 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 ഓക്കെ പോയി വാരി ഞാൻ അടുത്ത് തുറക്കാം. ഇനി പർപ്പിൾ കീ ഇടണെന്ന് ആർക്കായിരുന്നു? ചന്ദ്രന്റെ അല്ലേ? ഓ പർപ്പിൾ എൻ്റെ ഞാൻ അങ്ങോട്ട് എടാ എന്താടാ ഇത് തുറക്കണ്ടേ? വാ എല്ലാരും വാ. ഓ മൈ ഗോഡ്. എന്താ ഒരു സെക്കൻഡ് എന്താ പർപ്പിൾ കീ ഉള്ള ആളായില്ലോട്ട്. നിങ്ങൾ ഇങ്ങ് അകത്തുവാ താഴെ വാ. വാ നമുക്ക് നൈസ് ആയിട്ട് തുറക്കാം. വാ കേറിയാൻ പറ്റില്ല. ഒന്ന് വെക്ക നീക്കാ തുറന്നിട്ട്. ആ എന്താ ഒന്നുകൂടെ താമസിയാൻ ബോട്ട് പണിയാണ് എന്നെ. ഓ മൈ ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. അതായത് ഞാൻ എത്ര കണ്ണു പൊട്ടാ. ഓ മൈ ഗോഡ് 916 കാട്ടിയടോ മോനെ. പഠിച്ചൊക്കെ 916 ഗോൾഡ് വാരി പൊത്ത്. ഷഡികത്തൊക്കെ ഇടിച്ചു കയറ്റ്. എടാ താഴെ പൈസ വാറ മണ്ട കുത്തിയാ നേരെ വാടാ. നീയൊക്കെ ഊമ്പാരാണോ വന്ന ഇവിടെ? പൈസ എടുക്കുമ്പോ അതില് വൈറ്റ് ആണ് കിട്ടണമെങ്കിൽ ഇത് വേണം. വാരി കേറ്റി. എന്റെ ബാഗ് നിറയുന്നില്ലല്ലോടാ ഇത്. അടുത്ത വാരി വാരി കേറ്റ്. ബാഗിനകത്ത് നിറയുന്നുണ്ടോ നോക്കടാ. എല്ലാം ഞാൻ പൈസ ഒക്കെ നീ എടുത്തോ. ഗോൾഡ് എടുത്തോളാം. 916 പിന്നെ കടിച്ചു നോക്ക്. പിന്നെ ബാഗിൽ പിന്നെ ബ്ലാക്ക് മണിയാണോ വെക്കുന്നത്? നമ്മ എടുക്കുമ്പോ ഇത് ബ്ലാക്ക് അല്ലേടാ. കേട്ട ബാഗ് നിറയ്ക്കല്ലോ. മണി മേക്സ് മാൻ പവർഫുൾ. സ്വർണ്ണ ഗോൾഡ് പാലൻ. 916 പാലൻ. ഓൾറെഡി എടുത്തതാണോ പാല? അതൊക്കെ എടുത്തേടാ. ഇനിയും പറക്കാൻ വല്ലതുണ്ടോ? കിട്ടൂടാ. ഡ്രില്ല് എവിടെ ചെയ്യുന്ന ഡ്രില്ല്? വെയിറ്റ് എടാ ഇനി കാശുണ്ടേ. വെയിറ്റ് ഞാൻ തുറന്നേരാ. ഇങ്ങോട്ട് പോയേ. രണ്ട് സൈഡിലും തുറക്കാണ്. AR കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളെടുത്തോ പിസ്റ്റല കിട്ടിട്ടോ. സമാധാനം ചെയ്ത് ഇതാണ് എനിക്ക് പ്രാന്ത് പിടിക്കുന്ന സാധനം. അവിടെ ഞാൻ തുറന്നില്ല. അയ്യോ രണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നടാ. ഞാൻ ഒന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതാണടാ. ഞാൻ സ്വർണ്ണം ഉണ്ടാവുള്ളൂന്നടാ. ഇനി ഞാൻ ചെയ്തിട്ട് നീ മുമ്പ് ഡ്രില്ല് ചെയ്യുന്നു. എനിക്ക് അവസരം ചന്ദ്ര തോറ്റ ഞാൻ. ഡ്രില്ലെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. ശരി ഡ്രില്ല് ഞാൻ ചെയ്യാറുണ്ട്. അതാരണ ഡ്രില്ല് ചെയ്തത്. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലടാ ഞാൻ ചെയ്യാന്ന്. ഇതാണ്. ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാ? ഇവിടത്തെ കഴിഞ്ഞു. കുത്തിക്കണം. മുമ്പിൽ തുടങ്ങി. ഇതെന്താ ഭയങ്കര അതെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ മറ്റേപോലെ ഇല്ല ഞാൻ സാധനം ചെയ്തിട്ടില്ല. നീ അപ്പുറത്ത് ചെയ്തില്ലടാ. കഴിവേറി മാറിക്കടാ. ചെയ്തവനെ ഇപ്പുറത്ത് ഒന്നിച്ചല്ലേ.
അലക്കല്ലേ മോളി പീടിയുണ്ട് ചുമ്മാ ആടല്ല ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വണ്ടി വന്നിതാ കിട്ടിയാ എവിടെ അണ്ണേവിട്ടേക്ക് അന്നേപ്പിട്ടേക്ക് അടുത്തോ അടുത്തോ. എടാ എന്റെ ഫുള്ളാടാ. ആ ചുമ്മാ അല്ല അടുത്ത് കിട്ടിയോ? ഏത് ബോട്ടിനെ കിട്ടിയാ ആ കിട്ടി. ബോട്ടിനെ ചില സമയത്ത് ബഗ്ഗാണ്, ചില സമയത്ത് കിട്ടത്തുള്ളൂ. ഞാൻ നോക്കി കുറെ ഞാൻ ഇരുന്ന് കൊടു ചില സമയത്ത് പിസ്റ്റൾ കിട്ടും. ഒന്നും കിട്ടില്ല കേട്ടാ. നോക്കട്ടെ ഞാനവിടെ ഇരുന്ന് വാരുക. ആ ഒരു തേങ്ങയും കിട്ടിയില്ല. തുറന്നല്ലേ? ആ ഡ്രില്ല് ചെയ്യേണ്ട ആളവിടെ. ആ ഞാൻ ഉണ്ട് ഡ്രില്ലുണ്ട് ഞാൻ ചെയ്തോളാം. സെക്കൻഡ് ആ സാരം വന്നു. ഇത് മറ്റേ അറിയാലോ അപ്പാര വെച്ചിട്ട് ഓ ഓവർ ഹീറ്റ് ആവട്ടെ നോക്കണേ. ഓവർ ഹീറ്റ് ആയ ക്യാൻസൽ ആയി പോകും. ചന്ദ്രു ഹീറ്റ് കൺട്രോൾ ചെയ്യണേ. വെറുതെ ഇത്ര ആക്കി ആ ഊമ്പിയാട്ടാ. അത് ആ ഡ്രില്ലിന്റെ ബിറ്റ് കാണിക്കത്തില്ല സൈഡിൽ, അത് ഫുള്ള് റെഡ് ആവാണ്ട് നോക്കിയാ മതി. അത് റെഡ് ആകുമ്പോ അത് വിടുക, അപ്പൊ അത് കൂളാവും. ഒന്ന് ഫ്രണ്ടിലോട്ടാക്കോ ബാക്കിലോട്ടാക്കോ, ഫ്രണ്ടിലോട്ടാക്കോ ബാക്കിലോട്ടാക്കോ. എനിക്ക് റെഡ് കാണിക്കില്ല. പക്ഷെ റെഡ് എവിടെയാ? ആ സൈഡില് മറ്റേ ഡ്രില്ലിന്റെ സാധനം ഡ്രില്ലിന്റെ സൈഡിൽ മുകളിലോട്ട് റെഡ് ആവും. ആ ഒരു ലോക്കളായി. നല്ല ലൂബ്രിക്കന്റ് വല്ലതും ഉണ്ടോ ഒഴിച്ചു കൊടുക്കണേ. സ്വാമി അങ്ങനല്ല കുത്ത് ചന്ദ്ര മാലത്തി കുത്ത് ചന്ദ്ര അങ്ങോട്ട് ഒന്നുകൂടെ ഒന്നുകൂടെ ഉള്ളോ? അത്രേ ഉള്ളു. കൈയുടെ വിറവലുണ്ട മനസ്സിലായില്ലടാ പാല. വിറ കണ്ടാ മനസ്സിലാത്തില്ല. രസമുണ്ടാ പാല ഇത് കാണിക്കണാണോ ഇതില്? നമുക്ക് പുറമേ രസമുണ്ട്. എന്താ അത് കണ്ടപ്പോ നിനക്കെന്ത് രസമാണ് തോന്നുന്നത് പറഞ്ഞു കേക്കട്ടെ. തുടക്കത്തിന്റെ അല്ലേ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? അത് പറ. ഞാനിവിടെ വിറയ്ക്കുന്നതാണല്ലോടാ. എടാ അതെ ഞാനൊരു കാര്യം പറട്ടെ, ഷെയറിന്റെ കാര്യം ഒന്നും ആരും പറഞ്ഞില്ല. അതൊക്കെ എല്ലാ കൂട്ടത്തോളം എല്ലാം കള്ളന്മാരാണ്. ഇനി ഹോസ്റ്റലിനൊക്കെ തട്ടല്ലേ? ഹോസ്റ്റലിന് തട്ടാണോ? എടാ നമുക്ക് ഞാൻ പറയാം, നമുക്കിവിടെ നമുക്ക് മറ്റേ അല്ല ഹോസ്റ്റേജ് സിറ്റുവേഷൻ നമുക്ക് നടക്കൂല. കാരണം ഉണ്ടല്ലോ നമുക്ക് വണ്ടി ഒന്നും റെഡിയല്ല. അപ്പൊ അതുകൊണ്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പീടി എവിടെ? ഡോറിൽ അടച്ചിട്ടേക്കാണോ? നമ്മളെങ്ങനെ ഇറങ്ങും? ഇതെങ്ങനെ പോലെ എടാ എപ്പോ വരും അമ്മമാര്? എപ്പോ വരും അവന്മാര് മൂടുപോലെ. ഏത് വഴി ഇറങ്ങണം? എടാ ഞങ്ങളത് പുറത്തിറക്കണേടാ. ഞങ്ങളെങ്ങനെ പുറത്തിറങ്ങും? അയ്യോ അയ്യോ ഞാൻ വേറെ എവിടെ പോയടാ? അയ്യോ ഞാൻ പറന്നോണ്ടിരിക്കുവാ. അല്ല ബാക്ക് ഡോർ വഴി ഇറങ്ങാൻ പറ്റില്ലേ? സാറേ ഇവിടെ ഒരു കല്യാണം നടക്കണം പറഞ്ഞേ. സാറേ സാറേ എന്താ സാറേ ഡിമാൻഡ് പറയട്ടാ? അല്ല സാറേ ആ വണ്ടി പോയി സാറിന്റെ വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറയണം സാർ, അല്ലെങ്കിൽ ബാക്കി വണ്ടി ഇമ്പോണ്ട് ചെയ്യാനാ. അതല്ല സാറേ അതെല്ലാം പറയാം. ഞങ്ങൾ ഡിമാൻഡ് ആണെന്ന് പറയട്ടെ. ഇല്ല സാർ അത് പറഞ്ഞിട്ട് ഡിമാൻഡ്. സാറേ എത്ര സാറേ ഒരു ഓസ്ട്രേലിയ നിൽക്കുമ്പോ സാർ ഇത്ര റോങ് ആവല്ലേ എടുത്ത്?
ഹലോ സുഹൃത്തെ, ഹലോ പറയുന്നത് ഇത്രേ ഉള്ളൂ. വണ്ടി പറഞ്ഞതിന് ശേഷം നമ്മുടെ യൂണിറ്റ് റെഡി അനുസരിച്ച് നിങ്ങൾക്ക് ഡിമാൻഡ്സ് കാര്യങ്ങളും പറഞ്ഞിറങ്ങാം. ആണോ സാറേ? ഒരു സെക്കൻഡ് വെയിറ്റ്. എടാ അവര് പറയണ മറ്റേ ഡിമാൻഡിന്റെ കാര്യം നമ്മൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ചോദിച്ചാൽ പറയുക, നമ്മുടെ വണ്ടിന്റെ യൂണിറ്റ്സിന്റെ കാര്യം പറഞ്ഞാലേ അവര് ബാക്കി തീരുമാനിക്കുള്ളൂ. ആ അടിച്ചോ ഹോസ്റ്റേജ് ഇപ്പൊ ഒരു സാറേ ഹോസ്റ്റേജിന് ഹാനികരായിട്ടുള്ള എല്ലാം പറ്റി എന്ത് ചെയ്യും സാറേ? സാറേ ഹോസ്റ്റേജിന് ഹാനികരായിട്ടുള്ള ഇവര് ഹോസ്റ്റേജിന് കല്യാണത്തിന് പോവേ കേട്ടില്ല? കല്യാണം കഴിഞ്ഞു വരുന്നത് റോബറി പിന്നല്ലാതെ ശ്രീധരൻ കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു സാറേ. വാട്ടർ തന്ന മുട്ടയെന്ന കയറി വന്ന പറഞ്ഞുതരാം പറഞ്ഞുതരാം. നിന്റെ കണ്ണ ഹെൽമെറ്റ് ഇല്ലാത്തവന്റെ അല്ലേ? ഡോർ ഓപ്പൺ ചെയ്ത് വെക്കില്ലടാ. ഇങ്ങോട്ടാക്കി വെച്ചിരിക്കണം എന്റെ സൈഡില്. ആരാ ഹോസ്റ്റേജിനെ പ്ലക്കിയത്? ഹോസ്റ്റേജിനെ പ്ലക്കി ചന്ദ്ര ചന്ദ്ര സാറിനെ വിളിച്ചു പറ. എല്ലാരും താഴെ അതാ ഒരാൾ ഞാൻ പീടി അടിക്കുന്നുണ്ടാ? ഇല്ല അവരെ ബ്രീച്ച് ചെയ്തിട്ടില്ല. കറുപ്പ് കിട്ടി. ചന്ദ്ര ചാവൂട്ടാ. ചുമ്മാ നോക്കാനാ. ചന്ദ്രനോട് സംസാരിക്കാൻ സാറേ ഹോസ്റ്റേജ് പ്രത്യേക സാഹചര്യത്തിൽ ഇതായിപ്പോയി. ഹോസ്റ്റേജിന്റെ ഒരു വൈകാരിക സംസാരം കാരണം ഹോസ്റ്റേജിനെ കൊല്ലേണ്ടി വന്നു. ട്രിഗറിങ് ആയിരുന്നു. ആ അപ്പൊ നിങ്ങള് ഏതാ കോണ്ടൈനല്ലേ? അതെ അതെ അല്ലേ? ഓക്കേ ഓക്കേ ഫൈൻ. എടാ കോണ്ടൈനർ ഇങ്ങോട്ട് ആക്കല്ലേടാ ജുഗുറു. വെടിവെക്കല് വെറുതെ. സാറേ പിന്നെ ഹോസ്റ്റേജ് അപ്പം ഇതാണോ ഹോസ്റ്റേജോ? അതെ അതെ അതെ. ഓക്കേ ഫൈൻ. പുള്ളിക്കാരൻ അതെന്തോ സംസാരത്തിന്റെ എന്തോ പ്രശ്നം വന്നിട്ട് പുള്ളിക്കാരൻ ചത്താണെന്ന് പറഞ്ഞു. ഓക്കെ നിങ്ങൾ എത്ര പേരാണ്? എടാ ഞങ്ങൾ എത്ര 8 പേരല്ലടാ നമ്മള്. ഞങ്ങൾ 8 പേര് 8 പേര് 8 പേരല്ലേ? ഓക്കെ ഫൈൻ. സാറേ ആളെ കൊണ്ടുപോയിക്കോ. ഇത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. ചന്ദ്രൻ അവിടെ പോയിക്കുന്ന അടികൊണ്ടും മേടിയും. എടാ വേറെ വഴിയിലുണ്ടോടാ? ഒരു വഴിയിലേ ഉള്ളൂ പീടിക്ക്. പീടി നമ്മുടെ മുന്നിലോട്ട് വന്ന് വീഴുമല്ലേ? ഇത് വഴിയില്ല. ഞാൻ നിൽക്കുന്ന പൊസിഷനിലാവോ? എടാ ഇങ്ങോട്ടാ. എടാ ജുഗുറു ഇങ്ങോട്ടാ. ഒരു ഐഡിയ പറഞ്ഞേട്ടാ. ഇവിടെ നിന്ന് ജെ അടച്ച പീടി എപ്പോ അറിയാൻ പറ്റും. നമ്മള് മരിച്ചാട്ടാ. ഒരു കുന്നോളം പീടിയുണ്ട് താഴെ. അടി തുടങ്ങി. ആ എടാ ജുഗുറു ഇനി കയറല്ലേ ഇതില്? ഞാൻ മാർക്ക് ചെയ്തെടുത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് തോര തെറിച്ചില്ലാരോ?
സ്നൈപ്പിനല്ല, ചേച്ചിയുടെ ചോര. സ്നൈപ്പിനെ കൊന്നറിഞ്ഞ് ഓരോരുത്തപ്പെട്ടോ. മാറിയില്ലേ ഒന്നില്ലേ? മൂട്ടിലാണോ നിന്നത്? അടിച്ചറങ്ങും. ഉണ്ടാവും. അത് മറ്റേ ഇതടിച്ചിട്ട് പോവാ. അന്ന് രണ്ടുപേരും തിരിച്ചു പോയി. ഇവിടുന്ന് പുഷിയുള്ള കോള കേട്ടെ. ഇപ്പൊ വരിയേ. എടാ അടിച്ചോളാ. ഡൗൺ. എന്താ സാറേ ഒളിച്ചിരിക്കുന്ന സാറ്റ് കളിക്കുന്ന? യോ എന്തായിരുന്നു അടി? കഴിഞ്ഞു. സാർ പോലേ. യൂസ് ചെയ്യണ ഒരാളെ ഇവിടെ എഡിച്ചിരുന്ന പല നോക്കണം. ഒരാൾ ചത്തിനടിച്ചിരുന്ന ഇവിടെ പാഡ് ചെക്കണ്ടാ. ടീം മറുവാണി ഷർവാണി. പോയല്ലേ എടാ ഒരു കിടിലെ വണ്ടി കാണിച്ചു തരാടാ. ഇത് എടുക്കണോടാ എങ്ങനെയെങ്കിലും. ഇല്ല എല്ലാം ലോക്കിയിട്ടാ കേറിയത്, ഞാൻ കണ്ടതാ. ഓ 3 പാട്ട് ഇതിന്റെ അകത്ത്. എനിക്ക് പാട്ട് ഇതിന്റെ അകത്ത്. എന്റെ കയ്യിൽ 90 916 ഗോൾഡ് ഭദ്രമാണ്. ഇത് എവിടെയാണ് വിൽക്കേണ്ടത്? സാനോക്കടെ ചന്തയൊക്കെ ഇത് എങ്ങനെയാണ് മോഷ്ടിച്ച സാധനമൊക്കെ എടുത്ത് വെച്ചാണ് നിങ്ങള് ബെഞ്ചില് ഡെസ്കില് ലീൻ ബാർ. ഷെയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരാൾക്ക് എത്ര ടോട്ടൽ കിട്ടിയത് ഞാൻ പറയാം. എനിക്ക് എത്ര കിട്ടിയെന്ന്. എനിക്ക് എന്റെ 60 ഗോൾഡ് ബാർ, റെയർ കോയിൻസ് 1 പെട്ടി, ഡയമണ്ട് ബോക്സ് 2 പെട്ടി, അത്ര. പിന്നെ ഒരു വാച്ച്. ഇതിലെത്ര എന്തൊക്കെയുള്ള എന്റെ എത്ര എത്ര കിട്ടിയ എടാ ആത്തോട്ടാ
ഒരു മൈക്ക് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ. ചന്ദ്ര ജേടിച്ച് ഇരുന്നോളൂ, താൻ ഇരുന്നോളൂ. മൈക്കില് അത്തി പറിച്ച് അതാരത് കസേരയിൽ നോക്കിട്ട് വെറുതെ ജേടിച്ചത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇല്ല എന്തായാലും. അപ്പൊ ബാക്കി ഇപ്പൊ നമുക്കങ്ങ് ഡീൽ ചെയ്യാം. ഞാൻ പറയുവാണെങ്കില് എന്നോടാ നിനക്ക് എന്ത് വേണം? 90 ഷോട്ട് ഇട്. റെഡി പറ, കേൾക്കുന്നില്ല. ചന്ദ്ര 90 ഗോൾഡ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ബാക്കി എല്ലാം നിങ്ങൾ വീതിച്ചെടുത്തോ തന്നെയല്ലേ? എടാ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാം, കാശാക്കിയതിനു ശേഷം നമുക്ക് ഇത് വീതിക്കാം നാളെ. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? അത് കാശാക്കാൻ നേരത്തെ നമ്മൾ എല്ലാരും കൂടെ പോണം. ഒരാള് പോയി കഴിഞ്ഞാലേ ചിലപ്പം കൈ കളി മാറും. ഈ കവാത്ത് മറക്കരുത്, കാശിടുമ്പോ കവാത്ത് മറക്കരുത്. അതെ അതാ നമുക്ക് പറയാനുള്ളത്. കാരണം എന്റെ കൂടുതൽ സാധനങ്ങൾ ഉള്ളത് നോക്കുവാണെങ്കിൽ. എന്താ ടൈപ്പിന്റെ ചുണ്ടിന്റെ സൈഡിൽ ഉണ്ടായിരുന്നുണ്ടല്ലോ ചോര. എന്റെ ചുണ്ണിരെ പോയെന്ന് അറിഞ്ഞു. ഒരുത്തം വന്നിട്ട് ഷീൽഡ് ഇട്ടിട്ട് മുക്കി തിരിക്കണം. എന്റെ ഫ്രണ്ട് വന്നിട്ട് എവിടെ അറിഞ്ഞൂടാ. ഞാൻ ബാക്കിൽ അടിച്ചിട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ പറയണേ? ഡീലല്ലേ? എല്ലാരും നന്നായിട്ട് കളിച്ചു. നമ്മുടെ ഈ റോബറി സക്സസ്ഫുൾ ആയിരുന്നു. അതെ, നമുക്ക് നമ്മള് നല്ല നല്ല റോബറീസ് ഇനിഷ്യേറ്റ് ചെയ്യണം. അതെ, അറവാണിയായിട്ട് ഇറങ്ങേണ്ടി. ഞാൻ അവിടെ പോലീസ് ചത്ത കിടന്നിട്ട് 5 വട്ടം അറവാണി വിളിച്ചു. ഇനി അടുത്ത ബാൻ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ 200 ഇതായേട്ടാ, എന്റെ 200 XP ആയി. 1000 സ്വന്തമായിട്ട് ഇപ്പൊ തന്നെ കുറെ അവസരം അൺലോക്ക് ആയി. അത് മോളിൽ കാണിക്കും, ലോഗ്ഡ് ഇൻ അങ്ങനെ 100 ആയി. എടാ നമ്മുടെ മാധവേ മൈക്കി നമ്മള് ഷെയർ ഫുൾ കൺവേർട്ട് ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യും നമ്മള്? ഇത് നമുക്ക് വൈറ്റല്ലേ കിട്ടിയത്, അത് പുറത്ത് ടിക്കറ്റ് വലിക്കണം. ഓ പരിപാടിയാണല്ലോ അത്. നമുക്ക് മെയിൻ ബാങ്കിന്റെ ഗോൾഡും മറ്റു സാധനങ്ങളൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യണേ? അത് ബ്ലാക്ക് മാർക്കറ്റ് വീട്ടിൽ വിൽക്കണം. ഓ ചോദിക്കാൻ പറ്റുമോ? ബ്ലാക്ക് മാർക്കറ്റ് വിൽക്കണം. അതിനുള്ള ബ്ലാക്ക് മണി ഇപ്പൊ തന്നെ കിട്ടും. അത് വിറ്റ അപ്പൊ തന്നെ കിട്ടല്ലേ? ഈ ഒരു 100 ഗോൾഡ് ബാർ കൊടുത്ത് എത്ര കിട്ടുമായിരിക്കും? 100 ഗോൾഡ് കൊടുത്താ കറക്റ്റ് പറയാൻ പറ്റില്ല. ഒരു കോടി കിട്ടുമായിരിക്കണം. കറക്റ്റ് പറയാൻ പറ്റില്ല. ആണല്ലേ? അത് ഗോൾഡ് മാത്രം. ബാക്കി ഡ്രില്ല് ചെയ്തിട്ട് മറ്റേ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടില്ല, അതൊക്കെ വിൽക്കാൻ പറ്റും. ബ്ലാക്ക് എന്ന് പറയുമ്പോ വൈറ്റ് എത്ര? ഡയമണ്ട് റിങ്ങിനൊക്കെ എത്ര ഇട്ടായിരിക്കും? അത് കറക്റ്റ് ആണ്. അതിനൊക്കെ കുറവാ, കുറച്ച് കുറവാ. ലക്ഷങ്ങളെ കുറിച്ച് 4-5 കോടി എടുക്കും. അല്ല, നമുക്ക് ഇത് മൊത്തത്തില് ഒരു 5-ന് മേലത്തേരും കിട്ടും. 18 ബാങ്കിന് 5 മൊത്തം കിട്ടും. അതെ, അപ്പൊ ഇത് 5-4 ഇതിന് അതിന് കൂടുതൽ കിട്ടും. ഇതുവരെ അടിച്ചെടുക്കാത്തത് മനസ്സിലായി. എടാ ഞാനെടാ നിങ്ങളൊന്നും വിചാരിക്കില്ലേ, ഈ ഒരു നെക്ലസ് കിട്ടിയായിരുന്നു. അത് ഞാൻ അലീനയ്ക്ക് കൊടുക്കൊണ്ട് മാറ്റി വെച്ചേക്കാണ്. ആർക്കെല്ലാം വിരോധമുണ്ടോ? അല്ല, വിരോധമൊന്നുമില്ല. കയ്യിലുള്ള ഗോൾഡ് നമുക്ക് ഒരുമിച്ച് വിൽക്കാം. എന്താ പറയണ? ആർക്കാണ്? അലീനയ്ക്ക് നെക്ലേസ് അല്ലേ? നമ്മളിവിടെ ജീവൻ മരണ പോരാട്ടം നടത്തി. ചുമ്മാ ഇല്ലടാ വിറ്റിട്ട് നമുക്ക് വിറ്റിട്ട് കാശ് ഇതുപോലെ വീതിക്കാം. എന്നിട്ട് അലീനയ്ക്ക് നെക്ലേസ് വാങ്ങിക്കാം. അപ്പൊ ശരി, പിരിയല്ലേ? പിരിഞ്ഞാൽ നാളെ കോർക്കുവോ? നാളെ കോർക്കും. പിന്നല്ലാണ്ട് നാളെ എന്താ പാല നമ്മൾ ടീം അർവാണി നാളെ റീജോയിൻ ചെയ്യും. നാളെ അടുത്ത റോബറി. അല്ല, പേര് തന്നെ അർവാണിയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല നാളെ അപ്പൊ നാളെയാണ് ഷെയറിങ്. ഓക്കെ, നാളെ ഷെയറിങ് വേണമെങ്കിൽ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള റോബറി സാധനങ്ങൾ ഒരുമിച്ച് വിൽക്കാം. ഇപ്പോഴത്തെ കാശ് എല്ലാം കൊണ്ട് ഒരു സേവ് ചെയ്യാം. അതെ.
ഇപ്പോൾ സാധനം സേവ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് എടുക്കാം. അല്ല എന്താ ഞാൻ ഈ പ്രാവശ്യത്തെ നമുക്ക് സെല് ചെയ്യാം. നമുക്ക് എത്ര കിട്ടുന്നൊരു ഐഡിയ കാണുമല്ലോ ഒരു പ്രോപ്പർ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെ എന്നിട്ട് അടുത്ത പ്രാവശ്യം മുതലുള്ള എല്ലാം നമ്മൾ സേവ് ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ട് ഇതാക്കാം. ഇതിനെത്ര അപ്പൊ നാളെ സെറ്റ് ആക്കാം. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പോയി പിരിയാം. ഞാൻ ഈ അറവാണീസ് പേര് വെച്ചത്. ഒരു പാട്ടും തീർന്നിട്ട് നമ്മളോട് ഇറങ്ങിയപ്പോ പൊട്ടണ പിള്ളേരെ എന്തൊരു പാട്ടാരെന്നറിയാവോ എന്റെ